സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ നോവൽ ഇലവീഴ പൂഞ്ചിറ തുടരുന്നു. ഭാഗം 4. പലയിടത്തും മേച്ചിലോല ദ്രവിച്ച് കമുകുംവാരികൾ തെളിഞ്ഞു നിൽക്കുന്നു. വീടിൻ്റെ അടിത്തറയുടെ കല്ലുകൾ പലയിടത്തും ഇളകിക്കിടക്കുന്നു. അടുക്കളഭാഗത്തെ മേച്ചിലോലകൾക്കിടയിലൂടെ പുക മുകളിലേക്ക് ഉയരുന്നുണ്ട്. അകത്തുനിന്ന് ചുമയ്ക്കുന്ന ഒച്ച കേൾക്കാം. ഷീബ അടുത്ത പറമ്പിൻ്റെ ഇടക്കയ്യാല കടന്നു വരുന്നുണ്ടായിരുന്നു. അവളുടെ തലയിൽ വക്കുപൊളിഞ്ഞ ഒരു അലുമിനിയ കലം നിറയെ വെള്ളം. ജിമ്മിച്ചിനെയും ലിൻസിയെയും കണ്ട് അവൾ മുറ്റത്തിനരികിൽ പിടിച്ചു കെട്ടിയതുപോലെ നിന്നുപോയി. ചൂട് കരി പിടിപ്പിച്ച കലത്തിൽ നിന്ന് വെള്ളം തുളുമ്പി അവളുടെ മുടിയും കഴുത്തും ബ്ലൗസും നനഞ്ഞു. താടിയിലൂടെ കുറേശ്ശെ വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. ലിൻസി അവളെ കയ്യാട്ടി വിളിച്ചു. ഷീബ അവളുടെ അടുത്തേക്ക് വന്നു. ജിമ്മിച്ചൻ അവളെ അടിമുടി നോക്കി. എണ്ണപുരളാത്ത മുടി പുറകിൽ വാരി ചുറ്റി കെട്ടിവെച്ചിരിക്കുന്നു. കീറിത്തുന്നിയതും നിറം പോയതുമായ പാവാടയും ബ്ലൗസുമാണ് വേഷം. അതാകട്ടെ വെള്ളം തുളുമ്പി വീണ് നനയുകയും ചെയ്തിരിക്കുന്നു. വെള്ളത്തോടൊപ്പം കലത്തിൻ്റെ ചൂട്ടിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കരി മുഖത്തൊരു കറുത്ത ചാൽ വീഴ്ത്തിയിട്ടുണ്ട്. ഒരു കൊച്ചു കുട്ടിയുടേതുപോലെ ഷീബയുടെ ചുണ്ടുകൾ വിതുമ്പി. കാണെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇതുപോലൊരു വല്ലായ്മ അവൾക്കുണ്ടാകാനില്ല. ഷീബ വെള്ളക്കലവുമായി വേഗം പര്യമ്പുറത്തേക്ക് പോയി. ലിൻസി മുഖം തിരിച്ച് ജിമ്മിച്ചനെ നോക്കി. ഇത്രയും പരിതാപകരമായ സ്ഥിതിയിൽ ഷീബയെ കാണേണ്ടി വരുമെന്ന് അവൻ വിചാരിച്ചില്ല. ഷീബയ്ക്ക് താൻ അഭിമാനക്ഷതം ഉണ്ടാക്കിയോ? ദയനീയമായ ചുറ്റുപാടിൽ താൻ അവളെ കണ്ടതുകൊണ്ടുള്ള വിഷമമാണോ? തങ്ങൾ എന്തുമാത്രം പാവങ്ങളാണെന്ന് കണ്ടില്ലേ എന്നവൾ തനിച്ച് നിശബ്ദമായി ആവലാതിപ്പെടുകയായിരുന്നുവോ? ചെന്ന് ഒരു കലം വെള്ളം കൂടി കൊണ്ടുവാടി, ഒരു സ്ത്രീയുടെ ഒച്ച. ഷീബ തലയിൽ ചുമ്മാടായി ചുരുട്ടി വെച്ചിരുന്ന പിഞ്ചി തുടങ്ങിയ തോർത്തെടുത്ത് കണ്ണും മുഖവും അമർത്തി തുടച്ചുകൊണ്ട് തിണ്ണയിലേക്ക് വന്നു. കയറിയിരിക്കെ, അമ്മേ ഞാനും മാത്രമേ ഉള്ളൂ ഇവിടെ, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ലിൻസി, നീ എന്താ വിരുന്നുകാരിയെപ്പോലെ നിന്ന് കളഞ്ഞത്? നീ വേണ്ട ജിമ്മിച്ചനെ ക്ഷണിച്ചിരുത്താൻ? ഷീബയുടെ സ്വരം ചിലമ്പിച്ചിരുന്നു. അവളുടെ കണ്ണുകളിൽ കലക്കം മായാതെ കിടന്നു. ജിമ്മിച്ചൻ ഇറയത്ത് തലമുട്ടാതെ കുനിഞ്ഞ് തിണ്ണയിലേക്ക് കയറി. ആടുന്ന കാലുകളുള്ള പഴക്കം ചെന്ന് അഴുക്ക് നിറമ്പുകൊണ്ട ബെഞ്ചിൽ അവനിരുന്നു. ഈ നശ്ചിതങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. പിരാഗിക്കൊണ്ട് പ്രായമായൊരു സ്ത്രീ ചൂലുമായി വാതിൽക്കിലേക്ക് വന്നു. അവരുടെ മുന്നിൽ നിന്ന് ഒരു പറ്റം കോഴിക്കുഞ്ഞുങ്ങളും പിടക്കോഴിയും അലച്ചു കെട്ടി തിണ്ണയിലേക്കും മുറ്റത്തേക്കുമായി പറന്നു വീണു. കണ്ണ് തെറ്റിയ കഞ്ഞിക്കരത്തിലാ. അമ്മയാ, ഷീബ പതുക്കെ പറഞ്ഞു. അപ്പോഴാണ് മുറ്റത്ത് നിൽക്കുന്ന ലിൻസിയെയും തിണ്ണയിലെ ബെഞ്ചിലിരിക്കുന്ന ചെറുപ്പക്കാരനെയും ഷീബയുടെ അമ്മ കണ്ടത്. ആഹാ, നീയായിരുന്നു ലിൻസി മോളെ. ആരാണ്ടും വന്ന ഒച്ച കേട്ടു. അടുപ്പിൽ ഊതി ഊതി കണ്ണും തല ഇരുട്ടിച്ചു. പച്ചവർഗം എങ്ങനെ കത്താനാ? കണ്ണ് പുകഞ്ഞിട്ട് മേല. ആ സ്ത്രീയുടെ കണ്ണ് നിറഞ്ഞ് ചുളിഞ്ഞ കവിൾത്തടങ്ങളിലൂടെ നീരൊലിക്കുന്നുണ്ട്. ശകല നേരമായോ നിങ്ങൾ വന്നിട്ട്? വിളിക്കാൻ മേലായിരുന്നോ? എൻ്റെ കൊച്ചെ, അവിടെ നിൽക്കാതെ കയറി വാ. ഷീബേ, നീ ചെന്ന് ഒരു കലം വെള്ളം കൂടെ കൊണ്ടുവാ. അവൾ നുണയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇന്നെങ്ങാനും തീരുവോ? ഷീബ വെള്ളക്കലവും എടുത്ത് ഇറങ്ങിപ്പോയി. ലിൻസി തിണ്ണയിലേക്ക് കയറി. എന്നാ ഉണ്ട് മോളെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നിന്റെ കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ? ജിമ്മിച്ചനെ കൂടി നോക്കിക്കൊണ്ടായിരുന്നു ചോദ്യം. ഇല്ല, നിങ്ങളാരെയും അറിയിക്കാതെ എൻ്റെ കല്യാണം നടത്തുവോ? അല്ല, ഒന്നിച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞങ്ങളെയൊക്കെ ആരറിയിക്കാനാ? ഗതികെട്ടതുങ്ങളായി പോയില്ലേ. ഇതാരാ മോളെ? കുഞ്ഞാങ്ങളയുടെ കൂട്ടുകാരനാ. പെരുന്നാൾ കൂടാൻ വന്നതാ. പേര് ജിമ്മിച്ചൻ. ആ, മനസ്സിലായി. മലബാറിലെങ്ങാണ്ടല്ലേ വീട്? അതെ, ജിമ്മിച്ചൻ പറഞ്ഞു. ഷീബ പറഞ്ഞായിരുന്നു വലിയ കാശുകാരാണെന്ന്. കാറയിലാ വന്നേന്ന്. ഇപ്പോഴും കാറയിലാ വന്നത്. റോഡിൽ കിടക്കുന്നത് കണ്ടില്ലേ? ലിൻസി ഗമയൊട്ടും കുറച്ചില്ല. എൻ്റെ മോനെ, ഇവിടെ ആണെങ്കിൽ പാലും പഞ്ചാരയും ഒന്നുമില്ല. ഓരോ കട്ടനിട്ട് തരട്ടെ? അതൊക്കെ കുടിക്കുമോ? കുടിക്കും, പക്ഷെ ഇപ്പോൾ വേണ്ട, ഉടനെ പോകണം, ജിമ്മിച്ചൻ പറഞ്ഞു. ഷീബ വീണ്ടും ഒരു കലം വെള്ളവും ചുമന്ന് ഇടക്കയ്യാല കടന്നു വരുന്നത് ജിമ്മിച്ചൻ കണ്ടു. എവിടുന്നാ വെള്ളം കോരുന്നത്? അവൻ ചോദിച്ചു. അയലക്കത്തെ കിണറ്റീന്ന്. എന്നെക്കൊണ്ട് ചുമക്കാനൊന്നും മേല, അവൾ കൊണ്ടുവന്നോളും. ഇവിടുള്ളവരുടെ കയ്യെ കാലെ പിടിപ്പിച്ച് ഒരു കിണർ കുത്തിച്ചപ്പം അത് പൊട്ടക്കിണർ. എന്നാ പറയാനാ, ഗതികേടുകാർ എവിടെ തൊട്ടാലും. ഷീബ തിണ്ണയിലേക്ക് വന്ന് ചുമരും ചാരി നിന്നു. നിങ്ങൾ ചുമ്മാ വന്നേ ഉള്ളോ? അമ്മ ചോദിച്ചു. ആ, ഞാനിന്ന് തിരിച്ചു പോവുക. അതിനു മുമ്പ് ഇവിടെ ഒന്ന് വരാമെന്ന് കരുതി. ജിമ്മിച്ചൻ ഷീബയെ നോക്കി. അവൾ മുഖം താഴ്ത്തി കളഞ്ഞു. ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറ പോയപ്പോൾ കുറേ ഫോട്ടോ എടുത്തിരുന്നു. അത് ഷീബയെ കൂടി കാണിക്കാമെന്ന് വെച്ച് വന്നതാ. ഫോട്ടോകൾ അടങ്ങിയ കൂട് ജിമ്മിച്ചൻ ഷീബയുടെ നേർക്ക് നീട്ടി. 7 ഫോട്ടോകളുണ്ട്. ഷീബ ഉത്സാഹത്തോടെ കവർ തുറന്ന് ഓരോ ഫോട്ടോയും എടുത്ത് കൗതുകപൂർവ്വം നോക്കി. ജിമ്മിച്ചനോടൊപ്പമുള്ള പടങ്ങൾ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് കുസൃതി നിറഞ്ഞ ലജ്ജ പ്രകടമായി. മുഖം അരുണാഭമായി. ഷീബയുടെ അമ്മയും ഫോട്ടോകൾ വാങ്ങി ഒന്ന് ഓടിച്ചു നോക്കി. മുഖത്തു നിന്ന് വളരെ അകറ്റിപ്പിടിച്ചാണ് നോട്ടം.
എൻ്റെ കുഞ്ഞേ, വെള്ളെഴുത്ത് കാരണം എനിക്ക് നേരെ ചൊവ്വേ ഒന്നും കാണാൻ മേല. ഒരു വെള്ളെഴുത്ത് കണ്ണാടി മേടിച്ചു തരാൻ അപ്പനോടും മകനോടും പറഞ്ഞു മടുത്തു. ആരും വകവയ്ക്കാനാ. ഞാനിങ്ങനെ അടുക്കളപ്പുകയിൽ നീന്താനൊരു ജന്തു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ജിമ്മിച്ചൻ എഴുന്നേറ്റു. ഒരു ഫോട്ടോ മാത്രമെടുത്ത് ഷീബ ബാക്കിയുള്ളതെല്ലാം കവറിലിട്ട് ജിമ്മിച്ചൻ്റെ നേർക്ക് നീട്ടി. ഇതെനിക്ക് തരുമോ? ഞാൻ എടുത്തോട്ടെ ഒരെണ്ണം. അവൾ അപേക്ഷാഭാവത്തിൽ അവനെ നോക്കി. എവിടെ കാണട്ടെ? അവൾ മടിച്ച് അതവനെ കാണിച്ചു. ജിമ്മിച്ചനും ഷീബയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ. ഒരെണ്ണമല്ല, ഇത് മുഴുവൻ ഷീബയ്ക്കുള്ളതാ. എൻ്റെ കയ്യിൽ വേറെ കോപ്പിയുണ്ട്. ഷീബയുടെ കണ്ണുകളിൽ സന്തോഷവും നന്ദിയും തിളങ്ങി. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മച്ചി. പോയാൽ ഇനി ഇങ്ങോട്ടെങ്ങാനും വരുമോ? എന്തിനാ അല്ലേ? ആരെ കാണാനാ? അതും അത്രയും ദൂരേന്ന്. ജിമ്മിച്ചൻ ഒന്നും മിണ്ടാതെ മുറ്റത്തേക്ക് ഇറങ്ങി. മുടി മുഴുവൻ നരച്ച് മുതുകിലൽപ്പം കൂനുള്ള വൃത്ത അസ്ഥിമാത്രമായ കൈമടക്കിൽ കുറേ ഉണക്കച്ചുള്ളുകളുമായി മുറ്റത്തേക്ക് വന്നു. കുഴിയിൽ താണ കണ്ണുകളും പല്ലുകളും കൊഴിഞ്ഞ് ഞൊറിവീണ മുഖം. അവർ അപരിചിതരെ അമ്പരപ്പോടെ നോക്കി. മൂടൽ മറയ്ക്കാൻ എന്നവണ്ണം ഇടത് കൈപ്പിടം കണ്ണിന് മീതെ 2-3 വട്ടം ചലിപ്പിച്ചു. ആരാ? ലിൻസിയാ, ലിൻസി. ഷീബ ഉറക്കെ പറഞ്ഞു. ആരാന്നാ? വല്യമ്മച്ചിക്ക് ചെവി കേൾക്കില്ല. നിങ്ങൾ നടന്നു. ജിമ്മിച്ചൻ പ്രതീക്ഷിച്ചതുപോലെ ഷീബയും അവർക്കു പിന്നാലെ റോഡ് വരെ വന്നു. ജിമ്മിച്ചൻ കാറിനരികിൽ ചെന്ന് നിന്നു. തിരിഞ്ഞ് ഷീബയെ നോക്കി. എന്താണ് പറയേണ്ടത്? അവന് മനസ്സിലായില്ല. നെഞ്ചിലൊരു തേങ്ങൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് തോന്നി. തലയ്ക്ക് പറ്റിയ മുറിവ് എങ്ങനെയായി? അവൻ വെറുതെ ചോദിച്ചു. അതെല്ലാം ഭേദമായി. വേദനയുണ്ടോ? ചിലപ്പോൾ വേദന വരും. ഒരു മച്ചിങ്ങ അരച്ചിടുമ്പോൾ പോവും. ഇനി എന്തുണ്ട് പറയാൻ? ഞങ്ങൾ ഉടനെ പോകും വയനാട്ടിലേക്ക്. ഷീബ നഖം കടിച്ചുകൊണ്ട് അകലേക്ക് നോക്കി. അവളുടെ മുഖം വിവർണമായി. കണ്ണുകളിൽ സങ്കടം പിടഞ്ഞു. കണ്ണ് നനയുന്നത് അവൻ കാണാതിരിക്കാൻ അവൾ പല ദിക്കുകളിലേക്ക് നോട്ടം മാറ്റിക്കൊണ്ടിരുന്നു. തങ്ങളുടെ ദയനീയാവസ്ഥ കണ്ട് നിൽക്കാൻ ജിമ്മിച്ചനും കഴിഞ്ഞില്ല. അവൻ വേഗം കാറിൽ കയറിയിരുന്നു. ലിൻസിയും കയറി പിൻസീറ്റിൽ ചാരിക്കിടന്ന് മയങ്ങുകയായിരുന്ന കുഞ്ഞുമോൻ ഡോറടിയുന്ന ഒച്ച കേട്ട് ഞെട്ടിയുണർന്നു. ജിമ്മിച്ചൻ കാർ സ്റ്റാർട്ട് ചെയ്ത ശേഷം തല വെളിയിലേക്കിട്ട് ഷീബയെ നോക്കി. പോട്ടെ, ഇനി എന്നെങ്കിലും. ഷീബ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. കാർ നീങ്ങി. ഇരുമ്പൽ അകന്നു കഴിഞ്ഞപ്പോൾ അവൾ മെല്ലെ മുഖം തിരിച്ചു നോക്കി. നിരത്ത് ശൂന്യം. നിറകണ്ണുകൾ ഒപ്പിക്കൊണ്ട് ഏതാനും നിമിഷങ്ങൾ കൂടി അവൾ അവിടെ തന്നെ നിന്നു. ഒരു കണക്കിന് വലിയ കഷ്ടാ ഷീബയുടെ കാര്യമല്ലേ? കാറിൽ പോരുമ്പോൾ ലിൻസി പറഞ്ഞു. ജിമ്മിച്ചൻ മൗനമായിരുന്നു. കൊച്ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ സാലിയും ജയനും എല്ലാം കാത്തു നിൽക്കുകയാണ്. ഷീബയെ കണ്ടോ? സാലി ചോദിച്ചു. ജിമ്മിച്ചൻ മൂളി. ഫോട്ടോ കൊടുത്തോ? അവൾക്ക് സന്തോഷമായി. അവൾ എന്തു പറഞ്ഞു? എന്തു പറയാൻ? ഷീബയ്ക്ക് വലിയ സങ്കടമായിപ്പോയി. ജിമ്മിച്ചാൻ അവരുടെ അവസ്ഥ കണ്ടല്ലോ എന്നോർത്ത്. ലിൻസി പറഞ്ഞു. ഞാൻ അന്നേരമേ പറഞ്ഞില്ലേ? കൊച്ചേട്ടൻ പറഞ്ഞു. ജിമ്മിച്ചനും വലിയ വിഷമമായി പോയിന്ന് തോന്നുന്നല്ലോ. സാലി അർത്ഥഗർഭമായി ജിമ്മിച്ചനെ നോക്കി. പോകാം, നേരം ഒരുപാടായി. ജയൻ ധൃതി കൂട്ടി. സാധനങ്ങളെല്ലാം കാറിൽ കയറ്റി. വീട്ടുകാരോട് യാത്ര പറഞ്ഞ സാലിയും ജയനും കുഞ്ഞുമോനും അനുമോളും കാറിൽ കയറി. ഇനി ജിമ്മിച്ചൻ മാത്രമേ കയറാനുള്ളൂ. അവർ കൊച്ചേട്ടനെയും കുഞ്ഞമ്മയെയും ലിൻസിയെയും ജോർജ് കുട്ടിയെയും നോക്കി. പോയി വരട്ടെ. എനിക്ക് വളരെ സന്തോഷവും നന്ദിയുമുണ്ട്. അന്യ വീട്ടിലാണ് ഞാൻ ഇത്ര നാളും താമസിച്ചതെന്ന് എനിക്ക് തോന്നിയേയില്ല. ഈ വീട്ടിലെ ഒരംഗത്തെപ്പോലെയാണ് ഞാനിവിടെ കഴിഞ്ഞത്. എൻ്റെ സ്വന്തം വീട് പോലെ. എല്ലാം എനിക്കിഷ്ടമായി. ഈ നാടും ഇവിടുത്തെ ആൾക്കാരും എല്ലാം. നിങ്ങളെ ഒന്നും ഞാൻ മറക്കില്ല. കുഞ്ഞമ്മയ്ക്ക് അത് കേട്ട് കണ്ണു നിറഞ്ഞു. അവൻ പോകുന്നതിൽ കൊച്ചേട്ടനും ലിൻസിക്കും എല്ലാം സങ്കടം തോന്നി. ഇതുപോലെ ഇനിയും വരാമല്ലോ വല്ലപ്പോഴും, കൊച്ചേട്ടൻ പറഞ്ഞു. ശരി. ജിമ്മിച്ചൻ തലകുലുക്കി. പിന്നെ കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്തു. മെല്ലെ നീങ്ങുന്നതിനിടയിൽ കൈ വീശി. കാർ റോഡിലെറിഞ്ഞ് വേഗതയെടുത്തു. ആരും ഒന്നും സംസാരിക്കുന്നില്ല. വേർപാടിൻ്റെ ഒരു വല്ലായ്മ എല്ലാവരിലും ഉണ്ടായിരുന്നു. പാലാനഗരം വിട്ടുകഴിഞ്ഞപ്പോഴേക്കും ജയനും കുഞ്ഞുമോനും വർത്തമാനം തുടങ്ങി. ഇടയ്ക്ക് സാലി ചോദിച്ചു. ജിമ്മിച്ചൻ എന്താ തീരാത്തൊരു വല്ലായ്മ? ജിമ്മിച്ചൻ ഒന്ന് ചിരിച്ചു. കുറേ കഴിഞ്ഞ് ജയൻ ചോദിച്ചു. എടാ, നീ ഇപ്പോഴും ആ പെണ്ണിനെ ഓർത്തുകൊണ്ടിരിക്കുകയല്ലേ? ആരെ? ഷീബയെ. എന്തിനാ അത്? എനിക്കറിയില്ല. മറന്നു കളയടാ. ജിമ്മിച്ചൻ മൂകനായിരുന്നു. കുന്നിലേക്കുള്ള കയറ്റത്തിൻ്റെ ചുവട്ടിലെ പാലം കടന്നപ്പോൾ തന്നെ ജിമ്മിച്ചൻ കണ്ടു. കുന്നിൻ മുകളിലെ ഇരുനില മാളികയിൽ വെളിച്ചം. ആരും ഉറങ്ങിക്കാണുകയില്ല. വളഞ്ഞു പുളഞ്ഞ റോഡ് ഗേറ്റിൽ അവസാനിച്ചു. കാർ പോർച്ചിലെത്തിയ ശേഷം ഹെഡ്ലൈറ്റുകൾ ഓഫ് ചെയ്തു. പിന്നെ എഞ്ചിനും. ഇറങ്ങടി, അവൻ ഷൈനിയോട് പറഞ്ഞു. പേടിയാകുന്നു. ഷൈനി മടിച്ചിറങ്ങി. ജിമ്മിച്ചൻ വാച്ചിൽ നോക്കി. 10 മണി. നീ പേടിക്കണ്ട, വല്യപ്പച്ചൻ ഉറക്കം പിടിച്ച് കാണും. പപ്പയുടെയും മമ്മിയുടെയും വഴക്ക് എങ്ങനെയേ സഹിക്കാം. വല്യപ്പച്ചൻ, നീ ധൈര്യമായിട്ട് വാ. ജിമ്മിച്ചൻ അവളെയും കൂട്ടി സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു.
പുറമേ ധൈര്യം ഭാവിച്ചെങ്കിലും അവൻ്റെ ഉള്ളിലും ഭയമുണ്ടായിരുന്നു. ജിമ്മിച്ചൻ ഡോർബെല്ലിൻ്റെ സ്വിച്ച് അമർത്താൻ കൈ നീട്ടുമ്പോഴേക്കും പൂമുഖവാതിൽ തുറക്കപ്പെട്ടു. വല്യപ്പച്ചൻ: വീട്ടു വിട്ടിറങ്ങിയ പിന്നെ നിനക്കൊന്നും തന്തയും തള്ളയും കുടുംബവും ഇല്ലേടാ. ജിമ്മിച്ചൻ മിണ്ടിയില്ല. മറുത്ത് എന്തെങ്കിലും പറഞ്ഞു പോയാൽ പൊട്ടിത്തെറിയായിരിക്കും ഫലമെന്ന് അനുഭവം കൊണ്ടറിയാം. എന്നെ പറഞ്ഞാൽ മതിയടാ, നിന്നെയൊക്കെ വഷളാക്കിയത് ഞാനാ. ആ പരിക്കൻ ഒച്ചയ്ക്ക് ഒരയവും വരുന്നതും കാത്ത് ജിമ്മിച്ചൻ നിന്നു. നീ ഒരു പെണ്ണല്ലേടി, ആ ഒരു വീണ്ടു വിചാരമെങ്കിലും നിനക്കുണ്ടായോടി. ഷൈനിയുടെ നേർക്കാണ്. അവൾ വല്യപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കാൻ കൂടി ഭയന്നു. ആങ്ങളയുടെ കൂടെ ഊരു ചുറ്റാൻ പോയിരിക്കുന്നു. ശകലം എന്തെങ്കിലും ഉത്തരവാദിത്തബോധം ഉണ്ടെങ്കിൽ അവൻ്റെ താളത്തിനൊത്ത് തുള്ളാൻ നിൽക്കും ഓടി ഉരുമ്പട്ടോളെ. ഷൈനിക്ക് കരച്ചിൽ വന്നു തുടങ്ങി. അകത്തോട്ട് എഴുന്നള്ളിയാട്ടെ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കുന്നക്കാട്ട് പാപ്പൻ വാതിക്കൽ നിന്ന് മാറി നിന്നു. ജിമ്മിച്ചനും ഷൈനിയും തല താഴ്ത്തി ഹാളിലേക്ക് നടന്നു. അവരുടെ കുറ്റപ്പെടുത്തുന്ന നോട്ടത്തിന് കീഴിലൂടെ അവർ മുറിയിലേക്ക് നീങ്ങി. മുറിവാതിൽക്കലെത്തിയതും ഷൈനി പിറുപിറുത്തു. കൊലക്കുറ്റം ചെയ്തിട്ട് വന്ന മട്ടിലല്ലേ, വെറുതെയല്ല നാട്ടുകാർ കടുവാപ്പാപ്പനെന്ന് വിളിക്കുന്നത്. ജിമ്മിച്ചൻ മുറിയിൽ കയറി ആദ്യമേ ഒരു കുളി പാസാക്കി. വേഷം മാറിക്കൊണ്ടിരുന്നപ്പോൾ റോസമ്മ വന്നു. ചോറ് വിളമ്പട്ടേടാ. ഓ വേണ്ട. അതെന്താ, വന്ന വഴിക്ക് കഴിച്ചോ അതോ വിശപ്പില്ലേ? കയറി വന്നപ്പോഴേ തന്നല്ലോ, വയറ് നിറയാൻ മാത്രം. അങ്ങേര് പറഞ്ഞതാണോടാ കുറ്റം? നിങ്ങൾ പോയിട്ട് എത്ര ദിവസമായി? അങ്ങേ വെറുതെ താമസിച്ചതല്ലല്ലോ, കാറ് കേടായി പോയിട്ടല്ലേ? അതൊന്ന് പറയാൻ സമ്മതിക്കണ്ടേ? വല്യപ്പച്ചൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. ഇനി മമ്മിയുടെ വീതം കൂടി ആയിക്കോട്ടെ, തുടങ്ങിക്കോ. റോസമ്മ ഗൗരവം ഇട്ട് ചിരിച്ചു. വന്ന് ചോറുണ്ണടാ, ഞാൻ വിളമ്പി വയ്ക്കാൻ പോവുക. പപ്പ എന്തിയെ? പപ്പയുടെ വീതം ഊണുമുറിയിൽ വെച്ച് കിട്ടിക്കോളും. മടിച്ചാണ് ജിമ്മിച്ചനും ഷൈനിയും ഡൈനിങ് റൂമിലെത്തിയത്. കുന്നക്കാട്ട് പാപ്പൻ ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. ജിമ്മിച്ചനും ഷൈനിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഔസേപ്പച്ചൻ അവിടേക്ക് വന്നു. രണ്ടുപേരെയും തറപ്പിച്ച് നോക്കിയിട്ട് ഇരുത്തിയൊന്ന് മൂളി. പിന്നെ നടന്നു പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുന്നക്കാട്ട് പാപ്പൻ അങ്ങോട്ട് വന്നു. കുഴിച്ചിരുട്ടിക്കോടാ, അതിന് മാത്രം ഒരു കുറവും വരുത്തേണ്ട. ഇവിടെ രക്ഷയില്ല, ഷൈനി അടക്കിയ സ്വരത്തിൽ പറഞ്ഞു. അവർ വല്ലതും കഴിക്കട്ടെ, വഴക്ക് പറയുന്നത് അത് കഴിഞ്ഞിട്ടാകാമല്ലോ. റോസമ്മ ഇടപെട്ടു. അയാൾ ഒന്ന് മൂളിയിട്ട് പിന്മാറി. ജിമ്മിച്ചനും ഷൈനിയും പെട്ടെന്ന് ഊണ് മതിയാക്കി എഴുന്നേറ്റു. ജിമ്മിച്ചൻ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ റോസമ്മ ചോദിച്ചു, നീ ഉറങ്ങാൻ പോവുക? 2-3 ആഴ്ച നാട്ടിൽ പോയി താമസിച്ചിട്ട് നിനക്കൊരു വിശേഷവും പറയാനില്ലേ? അതെല്ലാം നാളെ. ഉറക്കം വരുന്നു. 10-500 മൈൽ വണ്ടി ഓടിച്ചു വന്നതാ. ജിമ്മിച്ചൻ മുറിയിൽ കയറി വാതിലടച്ചു. അല്പം കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ടുന്ന ഒച്ച കേട്ടു. ചെന്ന് വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ചെറുചിരിയോടെ വല്യപ്പച്ചൻ. പുലി പൂച്ചയായി വന്നിരിക്കുകയാണ്. ഇനി തൻ്റെ ഊഴമാണെന്ന് ജിമ്മിച്ചന് മനസ്സിലായി. ആ വല്യപ്പച്ചനായിരുന്നോ? ഞാൻ കിടക്കാൻ പോകുമായിരുന്നു. ജിമ്മിച്ചൻ കോട്ടുവായിട്ടുകൊണ്ട് ഉദാസീന മട്ടി പറഞ്ഞു. കുന്നക്കാട്ട് പാപ്പൻ കൊച്ചുമകനെ ചുഴിഞ്ഞൊന്ന് നോക്കി. നിനക്ക് എന്താ ഇത്ര ധൃതി? ഭയങ്കര ക്ഷീണം, വല്ലാണ്ട് ഉറക്കം വരുന്നു. പിന്നെ ക്ഷീണം. പാപ്പൻ മുറിക്കകത്തേക്ക് കയറി. നിൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ ഒന്നാന്തരം തലച്ചുമടായിട്ട് 10-40 മൈൽ ദൂരം നടന്നു വന്നിട്ട് രാത്രി മുഴുവൻ ഉറക്കളമിച്ചിരുന്ന് കപ്പ അരിഞ്ഞ് വാട്ടിയിട്ടുണ്ടടാ. ജിമ്മിച്ചൻ ചെന്ന് കട്ടിലിരുന്നു. പാപ്പൻ അവൻ്റെ അരികെ ചെന്നു. നിനക്ക് എന്നതാടാ ഇത്ര ഗൗരവം? സ്വരത്തിനെന്തൊരു മാർദ്ദവം. ഞങ്ങൾ മുമ്പിൽ വന്നപ്പോൾ എന്തായിരുന്നു ചൂട്, എന്തൊരു ഫയറിങ്. അതിനു മുമ്പ് മനുഷ്യരെ കണ്ടിട്ടുണ്ടോ കടുവാപ്പാപ്പൻ? ഇല്ല. നീ എന്നെ ഇനിയും ദേഷ്യം പിടിപ്പിക്കരുത്. പാപ്പൻ്റെ കണ്ണുകൾ ഉരുണ്ടു. എത്ര കോപിച്ചാലും ഒടുവിൽ വല്യപ്പച്ചൻ തൻ്റെ കാൽച്ചുവട്ടിൽ വരുമെന്ന് ജിമ്മിച്ചനറിയാം. കുന്നക്കാട്ട് പാപ്പൻ്റെ ഏറ്റവും വലിയ ബഹലഹീനതയാണ് ജിമ്മിച്ചനെന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയാം. പാപ്പൻ്റെ സ്വന്തം മകൻ ഔസേപ്പച്ചൻ പോലും പറഞ്ഞാൽ സാധിക്കാത്ത കാര്യങ്ങൾക്ക് ശുപാർശ പറയിക്കാൻ ജിമ്മിച്ചനെയാണ് സമീപിക്കാറ്. ജിമ്മിച്ചൻ വേണ്ട പോലെ പറഞ്ഞാൽ കുന്നക്കാട്ട് പാപ്പൻ അത് സാധിച്ചു കൊടുത്തിരിക്കും. ജിമ്മിച്ചനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പാപ്പൻ അന്ന് ശരിയായ ഊണും ഉറക്കവുമില്ല. അവൻ സ്വന്തം നാട് കാണാൻ പോയിരുന്ന ദിവസങ്ങളിൽ പാപ്പൻ വല്ലാത്ത വീർപ്പുമുട്ടലോടെയാണ് ദിവസങ്ങൾ തള്ളി നീക്കിയത്. തിരിച്ചെത്തുമെന്ന് പറഞ്ഞ ദിവസം കൂടി കഴിഞ്ഞപ്പോൾ പാപ്പന് ഇരിപ്പും നിൽപ്പും ഉറക്കാതായി. കാണുന്നവരോടെല്ലാം ദേഷ്യം. തൊട്ടതും പിടിച്ചതും കുറ്റം. ആഹാരത്തിന് രുചിയില്ല. രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാതെ ബാൽക്കണിയിലൂടെ നടക്കുന്നത് ഔസേപ്പച്ചനും റോസമ്മയും കണ്ടിട്ടുണ്ട്. ജിമ്മിച്ചനാണ് കുന്നക്കാട്ട് പാപ്പൻ്റെ പ്രാണവായു. അവന് വേണ്ടിയാണ് ജീവിതം, അവന് വേണ്ടിയാണ് സമ്പാദ്യങ്ങൾ. ജിമ്മിച്ചൻ വീട്ടിലെത്തുമ്പോൾ പാപ്പൻ അവനെയും ചുറ്റിപ്പറ്റി നിലകൊള്ളും. അവനെയും കൂട്ടിക്കൊണ്ട് സുഖവാസ കേന്ദ്രങ്ങളിൽ യാത്ര പോകും. ഷൈനി എപ്പോഴും പരാതിപ്പെടാറുണ്ട്, വല്യപ്പച്ചൻ്റെ കൊച്ചുമകൾ തന്നെയല്ലേ ഞാനൊരു പെണ്ണാണെന്നല്ലേ ഉള്ളൂ. ജിമ്മിച്ചായനോട് കാണിക്കുന്നതിൻ്റെ 1000-1 സ്നേഹം എന്നോട് കാണിക്കുന്നുണ്ടോ?
അവളുടെ പരാതി ന്യായവും യുക്തവുമാണെന്നറിയാവുന്ന ഔസേപ്പച്ചൻ മകളെ സമാധാനിപ്പിക്കും. നിന്റെ വല്യപ്പച്ചൻ്റെ സ്വന്തം മകനല്ലേ മോളെ ഞാൻ, അതും ഏക മകൻ. എന്നോട് പോലും കടുപ്പിച്ചേ പെരുമാറിയിട്ടുള്ളൂ. മോനേന്ന് സ്നേഹത്തോടെ ഒന്നും വിളിച്ചിട്ടില്ല. ഞാൻ ആരോട് പരാതി പറയും? അതും ശരി തന്നെ. ആരോടും അലിവും കരുണയുമില്ലാത്ത വെട്ടെന്ന മുറി രണ്ട് എന്ന മട്ടുകാരനായ കോപശീലനും ഉഗ്രരൂപിയുമായ കടുവാപ്പാപ്പൻ എങ്ങനെ ജിമ്മിച്ചൻ്റെ മുമ്പിൽ ആട്ടിൻകുട്ടിയായി മാറുന്നുവെന്ന് ആർക്കും അറിയില്ല. ജിമ്മിച്ചിനെക്കുറിച്ച് വലിയ അഭിമാനമാണ് മൂപ്പർക്ക്. പാപ്പൻ്റെ പെൺമക്കളും കൂടെ കൂടെ ആവലാതി പറയാറുണ്ടായിരുന്നു. ഞങ്ങൾക്കുമുണ്ടല്ലോ ആൺമക്കൾ, അവരും ഇങ്ങേരുടെ കൊച്ചുമക്കൾ തന്നെയല്ലേ. ജിമ്മിച്ചനും അവരും തമ്മിൽ എന്താ തിരിച്ചു വ്യത്യാസം? എന്നിട്ട് അവനോട്ട് കാട്ടുന്നതിൻ്റെ 100-1 പോലും ഈ 4 പെൺമക്കളുടെ ഒരൊറ്റ സന്തതിയോടുമില്ലല്ലോ. ആർക്കുമില്ല അതിനൊരു മറുപടി പറയും. ജിമ്മിച്ചൻ എന്ത് ചോദിച്ചാലും പാപ്പൻ സാധിച്ചു കൊടുക്കും. മറ്റുള്ളവർ വല്ലതും ആവശ്യപ്പെട്ടാൽ ഗർജിച്ചുകൊണ്ട് തിരിച്ചോടിക്കും. പാപ്പൻ തന്നെ ജിമ്മിച്ചനോട് പറയും, ചുറ്റിലും അസൂയക്കാരാണട മോനെ, നമ്മൾ സ്നേഹമായിട്ട് കഴിഞ്ഞു പോകുന്നത് ആർക്കും ദഹിക്കുന്നില്ല. പാപ്പൻ ജിമ്മിച്ചൻ്റെ അരികിൽ കിടക്കയിൽ ഇരുന്നിട്ട് പറഞ്ഞു, എന്നാ ക്ഷീണമാണെങ്കിലും ഇന്ന് നിന്നെ ഞാൻ കിടത്തി ഉറക്കുകയില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് പോയപ്പോൾ മുതൽക്കുള്ള സകല വിശേഷങ്ങളും പറഞ്ഞു. എനിക്കെല്ലാം കേൾക്കണമെടാ. കഴിഞ്ഞ 2-3 ആഴ്ച ഞാൻ ഇവിടെ കിടന്ന് ഒരുങ്ങുകയായിരുന്നു. ജിമ്മിച്ചന് വാസ്തവത്തിൽ യാത്രാവിശേഷങ്ങൾ വിവരിക്കുന്നതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. കാറപകടത്തിൻ്റെ കാര്യം മാത്രം അവൻ മറച്ചുവെച്ചു. കുളത്തൂക്കടവിൽ പോയതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാപ്പൻ ജാഗരൂകനായി. നീ എന്തിനാ അവിടെ പോയത്? അയാൾ അക്ഷമയോടെ ചോദിച്ചു. വെറുതെ, വല്യപ്പച്ചൻ ജനിച്ചു വളർന്ന നാടല്ലേ അത്, ഒന്ന് കാണണമെന്ന് വെച്ചു. പിന്നെ ഞാനൊരു ഷീബയുടെ കാര്യം പറഞ്ഞില്ലേ, അവളുടെ കുറിച്ച് ഫോട്ടോ എടുത്തതിൻ്റെ കോപ്പി കൊടുക്കാനും. പാപ്പൻ ആലോചനയോടെ മൂളി. കുളത്തൂക്കടവിൽ ചെന്നിട്ട് നീ എന്നെ പരിചയമുള്ള ആരെയെങ്കിലും കണ്ടോ? ഇല്ല. വല്യപ്പച്ചനൊക്കെ എവിടെയാ താമസിച്ചിരുന്നതെന്ന് പോലും എനിക്കറിയില്ലല്ലോ. കുന്നക്കാട്ട് പാപ്പൻ്റെ കൊച്ചുമകനാ നീയെന്ന് അവിടെ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. നീ അവിടെ നിന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ അവിടെയൊക്കെ പോയെന്ന് വെച്ച് എന്താ വിഷയം? ഒന്നും ഉണ്ടായിട്ടല്ല. ആ വിഷയം വിട്. പക്ഷേ വല്യപ്പച്ചൻ്റെ മുഖം കണ്ടപ്പോൾ എന്തോ ഒന്ന് മറച്ചു വെക്കാനും അതേക്കുറിച്ച് ഓർമ്മിക്കാതിരിക്കാനും തത്രപ്പെടുന്നത് പോലെ ജിമ്മിച്ചന് തോന്നി. പിന്നെ ഞാനൊരു കല്യാണക്കാര്യം പറഞ്ഞിരുന്നില്ലേടാ, അത് നമുക്ക് അധികം വൈകാതെ നടത്തണം. അതിനൊക്കെ സമയമല്ലേ ഇഷ്ടം പോലെ ഉള്ളത് വല്യപ്പച്ച. അങ്ങനെ നീട്ടണ്ട. നീ പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതല്ലേ, തിരിച്ചു വന്നാൽ ഉടനെ പെണ്ണ് കാണലിന് പോകണമെന്ന്. അതൊക്കെ ശരിയാ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചെല്ലുമെന്ന് വിചാരിച്ചവർ നോക്കിയിരുന്നു. ജിമ്മിച്ചൻ ഉദാസീനമായി മൂളി. നമുക്ക് അടുത്ത ഞായറാഴ്ച പോകാം. ഇത്ര പെട്ടെന്ന് വേണോ? വേണം. എടാ, നീയൊരു പെണ്ണ് കെട്ടി, നിനക്കൊരു കുഞ്ഞുണ്ടായി, നീയൊരു കുടുംബക്കാരനായി കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. അതിനാണെങ്കിൽ വല്യപ്പച്ചൻ 101 വയസ്സ് വരെ ജീവിച്ചിരിക്കും, ഉറപ്പാ. എനിക്ക് അധികം ഈടില്ലടാ. ഇനി കാണുന്ന പോലെയല്ല, ജീർണിച്ചു. പാപ്പൻ അല്പനേരം ആലോചനയിൽ മുഴുകിയിരുന്നു. പിന്നെ എഴുന്നേറ്റു. ഉറങ്ങിക്കോ, നാളെ കാലത്ത് കാണാം. അയാൾ മുറിവിട്ടിറങ്ങിപ്പോയി. യാത്രാക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും ജിമ്മിച്ചന് ഉറക്കം വന്നില്ല. നാനാതര ഓർമ്മകൾക്കിടയിലൂടെ ഒരസ്വസ്ഥത പരത്തിക്കൊണ്ട് ഷീബയുടെ വേദന വിങ്ങുന്ന മുഖം കടന്നു വന്നു. തീർത്തും ദയനീയമായ ഒരവസ്ഥയിൽ ഓർക്കാപ്പുറത്ത് തന്നെ കണ്ടപ്പോഴുണ്ടായ ദുഃഖവും അപമാനവും നിസ്സഹായതയും ഒളിപ്പിക്കാൻ കഴിയാതെ നിറകണ്ണുകളോടെ നിന്ന ഷീബയുടെ മുഖം. റോഡിൽ വെച്ച് യാത്ര പറയുമ്പോൾ സങ്കടം മറ്റാരും കാണാതിരിക്കാൻ മുഖം തിരിച്ചു നിൽക്കുന്ന ഷീബയുടെ രൂപം. ജിമ്മിച്ചൻ സൂട്ട്കേസ് തുറന്ന് ഫോട്ടോകൾ എടുത്തു നോക്കി. ഫോട്ടോകളിൽ ഷീബയുടെ മുഖം വ്യത്യസ്തമാണ്. ആഹ്ലാദവതിയായ സുന്ദരി പെൺകിടാവ്. ഇലവീഴാപ്പൂഞ്ചിറയിലെ പാറക്കെട്ടിനു മീതെ ആകാശത്തു നിന്നും പൊട്ടിവീണ ദേവനർത്തകിയെപ്പോലെ അലസമനോഹരിയായി നിൽക്കുന്ന ചിത്രം. കാറ്റിനെതിരെ പൊരുതിക്കൊണ്ട് നിൽക്കുന്ന പോലെയുള്ള പടം അവനേറെ ഹൃദ്യമായി തോന്നി. ഒടുവിൽ ജിമ്മിച്ചൻ താനും ഷീബയും ചേർന്ന് നിൽക്കുന്ന സാലി വിവാഹ ഫോട്ടോ പോലെ എന്ന് വിശേഷിപ്പിച്ച ചിത്രങ്ങളിലേക്കും നോക്കി ഒട്ടുനേരം ഇരുന്നു. അവ്യക്തമായ ചിന്തകളും ഭാവനകളും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവളുടെ സാമീപ്യത്തിനായി അവൻ്റെ ഹൃദയം വെമ്പൽ കൊണ്ടു. തൻ്റെ ദൃഷ്ടിപഥത്തിനുള്ളിൽ എവിടെയാണ് അവൾക്കൊരു സ്ഥാനം നൽകേണ്ടതെന്നറിയാതെ, ആ സ്ഥാനം എന്തായിരിക്കണമെന്നറിയാതെ അവൻ ഉളറി. ഷീബ ഞായറാഴ്ച ഉച്ചക്കുർബാനയ്ക്ക് പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ വീട്ടിൽ ചെറിയൊരു വാഗ്വാദം നടക്കുകയാണ്. അമ്മ അല്പ ശുണ്ടിയിലാണെന്ന് ഒച്ച കേട്ടപ്പോഴേ മനസ്സിലായി. കരച്ചിലിൻ്റെ ചിലമ്പലുമുണ്ട്. ഇടയ്ക്ക് ഓരോ ഏങ്ങലും മൂക്കുപിഴിച്ചിലും. അമ്മ എല്ലായ്പ്പോഴും അങ്ങനെയാണല്ലോ. ഭർത്താവിനോടും മകനോടും ആവലാതികൾ പറയുമ്പോഴെല്ലാം അമ്മയ്ക്ക് കരച്ചിൽ വരും. അമ്മയ്ക്ക് എന്നും പ്രാണസങ്കടങ്ങളേ ഉള്ളൂ. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ അപ്പനും മകനും ഇങ്ങനെ തുടങ്ങിയ ഞാനും എൻ്റെ മോള് എന്നാ ചെയ്യും? നിങ്ങൾ എന്നാ ഭാവിച്ചാൽ ഇങ്ങനെ?
അവളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലാതെ ഞങ്ങളിപ്പോൾ എന്തു വേണമെന്ന് അമ്മ പറയുന്നേ? ഇറമ്പിലേക്ക് നീളുന്ന വാരികളിൽ പിടിച്ചു നിന്നുകൊണ്ട് ബേബിച്ചൻ ചോദിച്ചു. ഈ വരുന്ന കർക്കിടകത്തിൽ അവൾക്ക് വയസ്സ് 19 തികയും. നിനക്ക് എത്ര വയസ്സായെന്ന വിചാരം? കഴിഞ്ഞ വൃശ്ചികത്തിൽ 26 കടന്നു. അവളെ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞു വിട്ടിട്ട് വേണ്ടേ നിനക്കൊരുത്തിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ? അതിനിപ്പോൾ അവൻ എന്നാ ചെയ്യാനാ? പൗലോസിയേട്ടൻ മകൻ്റെ പക്ഷം പിടിച്ചു. അവനല്ല ചെയ്യേണ്ടത്, നിങ്ങളാ. തന്തമാർക്കാ പിള്ളേരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം. തന്തമാരെന്ന് പറയാൻ ഞാൻ ഒരുത്തനല്ലേ ഉള്ളൂ, അതോ വേറെ വല്ലവരും ഉണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എന്നാ പറഞ്ഞാലും അവസാനം ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം. ഒച്ച കുറയ്ക്കടി, നീ ഇവിടെ കിടന്ന് തുള്ളിയിട്ട് വല്ല കാര്യമുണ്ടോ എന്നും പറഞ്ഞിരുന്നാൽ മതി. ഷീബയെ കെട്ടിച്ചു വിടണ്ടായോ? പെണ്ണ് പുരനിറഞ്ഞു വരുമ്പോൾ പെറ്റ തള്ളമാരുടെ ചങ്കിലാ തീയ്. അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യണം? ഉള്ള കിടപ്പാടം വിൽക്കണോ? കിടപ്പാടം വിറ്റിട്ടെങ്കിലും അവളെ കെട്ടിക്കണം. ഇപ്പോഴാണെങ്കിൽ വിൽക്കാൻ കിടപ്പാടമെങ്കിലും ഉണ്ട്. അവസാനം അതുമില്ലാതെയാകും. ഒന്ന് സമാധാനമായിട്ട് ഇരിക്കും പെണ്ണമ്മേ. ഷീബയ്ക്ക് ഇപ്പോൾ മൂക്കിൽ പല്ലി കിളുത്തിട്ടൊന്നുമില്ലല്ലോ. എന്നിട്ട് മതിയോ കല്യാണം? അവളെ ഇറക്കി വിട്ടിട്ട് വേണ്ടേ ബേബിച്ചിനൊരു പെണ്ണ് കെട്ടാൻ? സംഗതി വാസ്തവമാണെന്ന് പൗലോസി ഏട്ടനും അറിയാം. ഷീബയെ കല്യാണം കഴിപ്പിച്ചിട്ട് വേണം ബേബിച്ചിനൊരു കുടുംബം ഉണ്ടാക്കാൻ. അവന് വയസ്സ് 27ആയി. ഒരു കാര്യം ചെയ്യാം, അവൻ ആദ്യം കെട്ടട്ടെ, അത് കഴിഞ്ഞ് ഷീബയുടെ കാര്യം ആലോചിക്കാം. പൗലോസിയേട്ടൻ ഭേദഗതി വെച്ചു. അതേതായാലും വേണ്ട, ബേബിച്ചൻ പറഞ്ഞു. ഷീബയുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ആ ഒരു ഉത്തരവാദിത്തം തീർക്കാതെ ഞാൻ കെട്ടിയാൽ ശരിയാകത്തില്ല. ഉള്ള കാര്യം ഞാനങ്ങ് പറയാലോ പെണ്ണമ്മേ. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് അന്നന്നത്തേടം കഴിഞ്ഞു പോകുന്നതെന്ന് എനിക്കേ അറിയാം. കാൽ കാശ് കയ്യിലില്ലാതെ പെണ്ണിന് കല്യാണം ആലോചിക്കാൻ ഞാനില്ല. അല്ലെങ്കിൽ സ്ത്രീധനമില്ലാതെ അവളെ കെട്ടാൻ തയ്യാറുള്ള ഒരുത്തനെ നീ തന്നെ കണ്ടുപിടിക്ക്. എന്നാലും ഇത്തിരി പൊന്നെങ്കിലും വേണ്ടേ? 2 കമ്മലും മാലയും മോതിരവും പേരിനെങ്കിലും. അതൊക്കെ ഇനി എന്നുണ്ടാകാനാ? ഉണ്ടാക്കാതെ പറ്റുമോ? നീ എനിക്ക് ഇത്തിരി സ്വൈര്യം താ പെണ്ണമ്മേ. ഇപ്പം ഞാനാ സ്വൈര്യക്കേട്. ഞാനീ വീട്ടിൽ വന്ന അന്ന് മുതൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുരിതവുമാണ്. എൻ്റെ കണ്ണടയുന്നത് വരെ ഞാനിത് അനുഭവിക്കണം. പെണ്ണമ്മച്ചേടത്തി തേങ്ങലോടെ പറഞ്ഞു നിർത്തി. മുണ്ടിൻ്റെ കോന്തല കൊണ്ട് കണ്ണുകൾ ഒപ്പുകയും മൂക്കു പിഴിയുകയും ചെയ്തു. ടാപ്പിംഗ് തൊഴിലാളിയായ പൗലോസിയേട്ടന് ജീവിതത്തിൽ ഇന്നോളം 100 രൂപ തികച്ചും മിച്ചം വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ആണ്ടിൽ 6 മാസമേ ടാപ്പിംഗ് ജോലി ഉണ്ടാവൂ. ബേബിച്ചൻ തടി ലോഡിങ്ങിനും സോമില്ലിലെ പണിക്കും പോകുന്നത് കൊണ്ട് നിത്യച്ചെലവുകൾക്ക് മുട്ടില്ലാതെ കഴിഞ്ഞു പോകുന്നു. ഇനി എന്നെങ്കിലും ജീവിതം ഒന്ന് പച്ച പിടിക്കുമെന്ന ശുഭാപ്തി വിശ്വാസവും അയാൾക്കില്ല. ഒഴുക്കിൽ പാറകളിലും തിട്ടുകളിലും തട്ടിപുട്ടി നീങ്ങുന്ന പുങ്ങുതടി പോലെ പോകുന്നു ജീവിതം. മൂത്ത മകൾ ജെസ്സിയെ കല്യാണം കഴിപ്പിച്ചയച്ചതിൻ്റെ ബാധ്യതകൾ ഇനിയും തീർത്തിട്ടില്ല. കണ്ണീരും ആവലാതികളുമായി ജെസ്സിയും കുഞ്ഞുങ്ങളും ഇടയ്ക്കിടെ വീട്ടിൽ വരാറുണ്ട്. ചിലപ്പോൾ അവളുടെ ഭർത്താവ് പീറ്റർ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുകയും സ്ത്രീധന ബാക്കി കിട്ടാതെ അവരെ തിരിച്ചു കൊണ്ടുപോവില്ല എന്ന് ഭീഷണി മുഴക്കി പോവുകയും ചെയ്യാറുണ്ട്. കുറേ നാൾ കഴിയുമ്പോൾ ജെസ്സിയും കുഞ്ഞുങ്ങളും താനേ തിരിച്ചു പോവുകയും ചെയ്യും. ഞാൻ ഇന്നാൾ പറഞ്ഞത് ഒന്നുകൂടി ആലോചിച്ചാലോ? ബേബിച്ചൻ ദീർഘനേരത്തെ നിശബ്ദതയെ ഭഞ്ജിച്ചു. ഏതാ, കള്ളുകുടിയൻ്റെയോ? പെണ്ണമ്മച്ചെടുത്ത് നെറ്റി ചുളിച്ചു. ആ, വൈകുന്നേരം ഇത്തിരി കള്ളം മോന്തും. പകലന്തിയോളം എല്ലുമുറിയെ പണിയെടുത്തിട്ടാ. സോമില്ലിലെ പണിയാകുമ്പോൾ ദേഹനൊമ്പരം പോകാൻ ശകലം കുടിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. ജോണിക്കുട്ടി നല്ല ഒന്നാന്തരം പണിക്കാരനാ. വിദ്യാഭ്യാസവും വീട്ടുസ്വത്തും കുറവാണെന്നേ ഉള്ളൂ. എടാ, അത് വേണ്ടെന്ന് അന്നേ പറഞ്ഞതല്ലേ ഞാൻ? പൗലോസിയേട്ടൻ ചോദിച്ചു. ജോണിക്കുട്ടിക്ക് എന്താ ഒരു പോരായ്മ? കൂലിവേലക്കാരനാണെന്നത് പോകട്ടെ, സ്വത്തില്ലെന്നതും പോകട്ടെ, പക്ഷേ ഒരു മദ്യപാനിക്ക്, ഒരു കുടിയൻ ഒരു കാലത്തും രോഗമല്ലാതെ മറ്റൊരു സമ്പാദ്യവും കാണുകയില്ല. കുടിയൻ്റെ കുടുംബത്തെ എന്നും അത്താഴപ്പടനയും അലോഹ്യവും കണ്ണീരും കഷ്ടപ്പാടുമായിരിക്കും. പെണ്ണമ്മച്ചേടത്തി പറഞ്ഞു. എനിക്ക് മനസ്സായിട്ടാണോ ഞാനിത് പറയുന്നേ? എൻ്റെ പെങ്ങളെ നല്ലൊരു കുടുംബത്തിൽ കൊള്ളാവുന്ന ഒരുത്തിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനുള്ള ചുറ്റുപാട് വേണ്ടേ? ഇനിയൊട്ടുണ്ടാകാനും പോകുന്നില്ല. രാജകുമാരൻ വരുന്നത് നോക്കിക്കൊണ്ടിരുന്നാൽ അവസാനം ഇതിനേക്കാൾ കൊള്ളരുതാത്ത ഒരുത്തനെ അവളെ പിടിച്ചു കൊടുക്കേണ്ടി വരും. പൗലോസിയേട്ടനും ഭാര്യയും മൗനം ഭജിച്ചു. ജോണിക്കുട്ടി ആള് നല്ലവനാ, ബേബിച്ചൻ തുടർന്നു. നല്ല ഒത്ത തടിയും ആരോഗ്യവും, കാണാനും തെറ്റില്ല. അവൾക്ക് ഇതായിരിക്കും വിധിച്ചിരിക്കുന്നതെന്ന് കരുതിയാൽ മതി. അവൾ വിചാരിച്ചാൽ അവൻ്റെ കള്ളുകൂടി മാറ്റിയെടുക്കാൻ പറ്റിയെന്നും ഇരിക്കും. ഓരോ വലിയ വീട്ടിൽ പണവും പത്രാസും ഉദ്യോഗവും നോക്കി പെൺമക്കളെ കെട്ടിച്ചയച്ചിട്ട് പിന്നീട് മരുമകൻ മുഴുക്കുടിയനാണെന്നറിഞ്ഞ് വിഷമിക്കുന്ന മാതാപിതാക്കളില്ലേ? കണ്ണീര് തോരാത്ത ഭാര്യമാരില്ലേ? കല്യാണം കഴിഞ്ഞ ശേഷം കുടിയന്മാരാകുന്നവരില്ലേ? അതുപോലെ കല്യാണത്തിന് ശേഷം കുടി നിർത്തിയവരുമുണ്ട്. എല്ലാം കൂടി ഒത്തുകിട്ടിയവരാരുമില്ല. മകൻ്റെ മുഖത്തേക്ക് നോക്കി തെല്ലുനേരം ചിന്താധീനായി നിന്നിട്ട് പൗലോസിയേട്ടൻ ചോദിച്ചു. അവനാണെങ്കിലും സ്ത്രീധനമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? പെണ്ണിൻ്റെ കഴുത്തിലും കാതിലുമെങ്കിലും ഇത്തിരി പൊന്നിടണ്ടേ?
ബേബിച്ചനൊന്ന് മന്ദഹസിച്ചു. അതിനൊക്കെ വഴിയുണ്ട്. എന്തു വഴി? ജോണിക്കുട്ടിക്കൊരു പെങ്ങളുണ്ട്, ആലീസ്. ഒരു മാറ്റക്കല്യാണം ആയാലൊന്നും ജോണിക്കുട്ടി ഇന്നാളൊന്ന് സൂചിപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുക്കുകയും വേണ്ട, വാങ്ങുകയും വേണ്ട. ബേബിച്ചൻ മടിച്ചു പറഞ്ഞു. ആലീസ്, നീ കണ്ടിട്ടുണ്ടോ അവളെ? പെണ്ണമ്മച്ചേടത്തി ചോദിച്ചു. ഓ, ഒരിക്കലെങ്ങാണ്ട് പള്ളിയിൽ വെച്ച്. കാണാനെങ്ങനെയുണ്ട്? കാണാനൊക്കെ കൊള്ളാം. പഠിപ്പോ? 10 ക്ലാസ് പഠിച്ചതാ. പിന്നെ തയ്യലറിയാം. സ്വന്തമായിട്ട് തയ്യൽ മെഷീനും തയ്യലും ഒക്കെ ഉണ്ടെന്നാണ് ജോണിക്കുട്ടി പറഞ്ഞത്. അപ്പോൾ നിങ്ങളതൊക്കെ ആലോചിച്ച് തീരുമാനിച്ചു വെച്ചിരിക്കുകയാ? പൗലോസിയേട്ടൻ മകനെ സൂക്ഷിച്ചു നോക്കി. തീരുമാനിച്ചിട്ടൊന്നുമില്ല. മാറ്റക്കല്യാണം. പൗലോസിയേട്ടൻ ഭാര്യയെ നോക്കി. നീ എന്നാ പറയുന്നു? അതൊരു കൊള്ളാവുന്ന ഇടപാടല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ ഉത്തരവാദിത്വം ഉണ്ടാകുമല്ലോ. അവൻ്റെ പെങ്ങൾ ഈ വീട്ടിലാകുമ്പോൾ നമ്മുടെ പെണ്ണിനോട് അവനും വീട്ടുകാർക്കും ഒരു കരുതലുണ്ടാവില്ലേ? പെണ്ണമ്മച്ചേടത്തിയുടെ മുഖം പക്ഷെ തെളിഞ്ഞില്ല. എന്നാലും ഒരു കള്ളുകുടിയന്. അമ്മയുടെ നിലപാടിൽ ഒരയവ് വന്നിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ ബേബിച്ചന് ഉത്സാഹമായി. അങ്ങനെ വലിയ കുടിയൊന്നും ഇല്ല അമ്മച്ചി. പണി കഴിഞ്ഞ് പോകുമ്പോൾ ഇത്തിരി വല്ലതും മൂന്തും. വഴക്കിനും വക്കാണത്തിനും ഒന്നും നിൽക്കാതെ അവനവൻ്റെ കാര്യം നോക്കി രാത്രിക്ക് മുമ്പ് വീട്ടിൽ പോവുകയും ചെയ്യും. അവൻ ആരൊക്കെയുണ്ട്? പൗലോസിയേട്ടൻ ചോദിച്ചു. അപ്പനും അമ്മയും 3 പെങ്ങന്മാരും ഒരനിയനും. ജോണിക്കുട്ടിയാ മൂത്തത്. അതിനിളയത് ആലീസ്. മാറ്റക്കല്യാണമാണെങ്കിൽ ഇത് ആലോചിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ എന്നാ പറയുന്നു പെണ്ണമ്മേ? പൗലോസിയേട്ടൻ ഭാര്യയെ നോക്കി. പെണ്ണമ്മച്ചെടുത്ത് ചിന്താക്കുഴപ്പത്തിലായി. നമ്മുടെ മോളൊരു പാവമാ. എട്ടും പൊട്ടും തിരിയാത്ത പെങ്കൊച്ച്. അവളെ ഒരു കള്ളുകുടിയന് കൊടുക്കുന്ന കാര്യം ഓർക്കുമ്പോൾ. കള്ളുകുടിയുടെ കാര്യം വിട്. അതൊക്കെ നമുക്ക് നിർത്തിക്കാം. ബേബിച്ചന് ഉത്സാഹമായി. ഷീബയോടുകൂടെ ഒന്ന് ചോദിക്കണ്ടേ? അവളിതെല്ലാം കേട്ടുകൊണ്ട് അകത്ത് നിൽപ്പുണ്ടല്ലോ. പെണ്ണമ്മച്ചേടത്തി മകളെ വിളിച്ചു. ഷീബ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. അവളുടെ മുഖത്ത് ഇപ്പോൾ തന്നെ അനിഷ്ടം പ്രകടമായിരുന്നു. ഇവിടെ പറഞ്ഞതെല്ലാം നീ കേട്ടോ? ബേബിച്ചൻ ചോദിച്ചു. അവൾ തലകുലുക്കി. നീ എന്തു പറയുന്നു? ഒരു കണക്കിന് നല്ല ആലോചനയാ. ബുദ്ധിമുട്ട് കൂടാതെ കാര്യങ്ങൾ നടത്താം. അപ്പച്ചനും അമ്മച്ചിക്കും നിന്നെക്കുറിച്ചുള്ള ആദ്യം തീരും. നമ്മുടെ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ഇതിനേക്കാൾ നല്ലൊരാലോചന വരാനില്ല. ഞാൻ നിങ്ങൾക്കെല്ലാം അത്ര വലിയ ഭാരമാണോ? അവൾ വേദനയോടെ ചോദിച്ചു. ഭാരമായതുകൊണ്ടാണോടി? വേണ്ട കാര്യങ്ങൾ വേണ്ട കാലത്തും സമയത്തും നടത്തണ്ടേ? ഞാൻ വല്ല കന്യാസ്ത്രീ മഠത്തിലും പോയിക്കോളാം. എനിക്കതാ ഇഷ്ടം. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. നിനക്കിത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി. പണ്ടമ്മച്ചേടത്തി ഇടപെട്ടു. കാണണ്ട എനിക്ക്. അല്ലാതെ തന്നെ പറയാം, എനിക്കിഷ്ടമല്ല. പിന്നെ ഭാരം ഒഴിവാക്കാനാണെങ്കിൽ എൻ്റെ ഇഷ്ടം നോക്കണ്ട. കള്ളുകുടിയൻ്റെയോ തെമ്മാടിയുടെയോ 2ാം കെട്ടുകാരൻ്റെയോ ആരുടെ കൂടെ വേണമെങ്കിലും എന്നെ ഇറക്കി വിട്ടേക്ക്. അതും പറഞ്ഞ് അവൾ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. പൗലോസിയേട്ടനും ഭാര്യയും ബേബിച്ചനും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി. ഒടുവിൽ പൗലോസിയേട്ടൻ പറഞ്ഞു. അവളൊരൊറ്റ മൂച്ചിനിങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ആലോചന തീർത്ത് ഉപേക്ഷിക്കുകയൊന്നും വേണ്ട. ബേബിച്ച, നീ ഒരു ദിവസം ആ ചെറുക്കനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വാ. അവർ തമ്മിലൊന്ന് കാണട്ടെ. എന്നിട്ട് തീരുമാനിക്കാം വേണമോ വേണ്ടയോ എന്ന്. കൊള്ളാവുന്നതാണെങ്കിൽ നമുക്കിതങ്ങോട്ട് നടത്താം. അവൾക്കിഷ്ടമില്ലാതെ എങ്ങനെയാ? പെണ്ണമ്മച്ചേടത്തി ഇടഞ്ഞു നിന്നു. നമുക്കിഷ്ടപ്പെട്ടാൽ നടത്താം. അവളെ പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ മനസ്സ് മാറ്റുന്നതൊക്കെ നിൻ്റെ മിടുക്ക്. പെങ്കൊച്ചുങ്ങളുടെ മനസ്സ് തിരിക്കാൻ തള്ളമാർക്കുണ്ടോ പാട്? എന്നാൽ പിന്നെ അങ്ങനെയാകട്ടെ. ബേബിച്ചൻ ഒരു മൂളിപ്പാട്ടും പാടി മുറ്റത്തേക്ക് ഇറങ്ങി. രാത്രി വീട്ടിലെല്ലാവരും ഉറക്കം പിടിച്ചിട്ട് ഷീബയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദുഃഖവും ശങ്കകളും കൊണ്ട് അവൾ ആകെ ഉഴലുകയായിരുന്നു. വലിയൊരു ദുർവിധിയിലേക്ക് എല്ലാവരും ചേർന്ന് തന്നെ തള്ളിയിടാൻ പോവുകയാണെന്ന് അവൾ വിചാരിച്ചു. ഒരത്യാഹിതം തന്നെ കാത്തിരിക്കുന്നു. വിപത്തിനെതിരെ ഒന്ന് ചെറുക്കാൻ പോലും കഴിയാത്തവണ്ണം അശക്തിയും നിസ്സഹായിയുമാണ് താൻ. ഭൂമിയിൽ പെൺകുട്ടികളുടെ ജീവിതം സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഹൃദയാഭിലാഷങ്ങളുടെയും മൂശയിലല്ല ഉരുത്തിരിയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഊഹക്കച്ചവടക്കാരുടെ മേശമേൽ അത് ലേലം വിളിക്കപ്പെടുന്നു. അതിന്മേൽ വാതു വയ്ക്കപ്പെടുന്നു. ലാഭനഷ്ടക്കണക്കുകളുടെ അന്തമില്ലാത്ത പുസ്തകങ്ങൾക്കും ചർച്ചകൾക്കുമിടയിൽ അത് ഞെരിഞ്ഞു പോകുന്നു. ആരൊക്കെയോ ചേർന്ന് അവൾക്ക് വേണ്ടി ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ദൈവം പോലും വിധിക്കാത്ത ഒരു ജീവിതം രൂപപ്പെടുത്തി അവളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. വിവാഹ ജീവിതത്തെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും പരിമിതമായ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. വൃത്തിയുള്ള ഒരു കൊച്ചു വീടും അതിനുള്ളിൽ തന്നോടൊപ്പം നന്മ നിറഞ്ഞൊരു മനുഷ്യനും. അതിലധികമായി എന്താവശ്യമുണ്ട്? ഒന്നുമില്ലെന്ന് അവൾ കരുതിയിരുന്നു. ഈ ചെറിയ സ്വപ്നം പോലും തകർക്കപ്പെടുകയാണ്. മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ കൂടിയും മനക്കണ്ണിൽ അവൾക്ക് ജോണിക്കുട്ടിയുടെ രൂപം കാണാൻ കഴിഞ്ഞു. അരക്കപ്പൊടിയും വിയർപ്പും കള്ളും നാറുന്ന ഒരു കരിങ്കൂറ്റൻ ഇരുട്ടിൽ ഭയന്നിരിക്കുന്ന തൻ്റെ നേർക്ക് തുറച്ചു നോക്കുന്നു. വലിയ കൈപ്പത്തികൾക്കുള്ളിലിട്ട് അയാൾ തന്നെ ഞെരിച്ചു പൊടിക്കുന്നു. ഭീഷണമായ പരിക്കനൊച്ചയിൽ ആജ്ഞാപിക്കുന്നു.
കാലത്തെഴുന്നേറ്റ് ചുണ്ടത്തൊരു ബീഡി കൊളുത്തിവെച്ച് അതിൻ്റെ കനൽവെട്ടത്തിൽ താൻ ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്ന ജീവിതത്തെ നിർവികാരതയോടെ ഒന്ന് നോക്കിയിട്ട് അയാൾ ഇറങ്ങിപ്പോകുന്നു. മടക്കം രാത്രിയിലേ ഉണ്ടാവൂ. സ്വന്തമായി ഒരു പേരും അതിന് രൂപം കൊടുക്കുന്ന ചന്തമുള്ള ഒരു ശരീരവും അതിനുള്ളിൽ സ്നേഹത്തിനും നീതിക്കും വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയവും ഇരുട്ടിലും ഭീതിയിലും കണ്ണീരിലും തേഞ്ഞുമാഞ്ഞില്ലാതാവുകയാണ് പെണ്ണിൻ്റെ ജീവിതം. അവൾ നീണ്ട ഒരു നെടുവീർപ്പയച്ചു. ചിന്തകൾക്കും ഓർമ്മകൾക്കും ഇടയിൽ എവിടെയോ ഒരു സാന്ത്വനം പോലെ ജിമ്മിച്ചിൻ്റെ മുഖം തെളിഞ്ഞു. ഇരവീഴാപ്പൂഞ്ചെറിയും കാറപകടവും ആശുപത്രിയും. അവൻ്റെ നർമ്മോക്തികളും സ്നേഹം നിറഞ്ഞ നോട്ടവും ഊഷ്മള സ്പർശവും എല്ലാം ഒരു സുന്ദര സ്വപ്നം പോലെ. നോവൽ നാളെ തുടരും.